ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിലെല്ലാം തവക്കുലാക്കിക്കൊണ്ട് ഇത് ഞാൻ വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷാദിലി സൽസരണികൾ എന്ന ഗ്രന്ഥം, ഷാദിലി റാത്തിബിൻ്റെ പദാനുപത സാരാംശ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഞാൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബാക്കവി അവരുടെ കയ്യിലേക്ക് സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. പ്രകാശനം കർമ്മം വരെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രകാശനം നടക്കുമ്പോൾ ഞാൻ വിവരം അറിയിക്കും. ആ സമയത്ത് അവിടെയും എടുത്തുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഈ പുസ്തകം തുറന്നു നോക്കുന്നതിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഷാദിലി റാത്തിബ്, ആ റാത്തിബ് എങ്ങനെയാണ്, എന്താണ് എന്ന് അർത്ഥങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സാധാരണക്കാർക്ക് കിട്ടുകയില്ല. അതുണ്ടെങ്കിൽ മാത്രമേ നോക്കുകയുള്ളൂ. എല്ലാവർക്കും ഇതെന്താണ് റാത്തിബിൻ്റെ ഘട്ടത്തിൽ ഓരോരുത്തരും എല്ലാ റാത്തിബുകളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഷാദിലി റാത്തിബ് നടക്കുന്നുണ്ട്. ആ റാത്തിബിൻ്റെ എല്ലാം ഒന്നു തന്നെയാണ്, ആംഗ്യങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. ഈ ആംഗ്യങ്ങളുടെ രൂപരേഖ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പുസ്തകം ഇവിടെ നിന്നുണ്ടാകണം. അതിന് ബഹുമാനപ്പെട്ട എൻ്റെ ശൈഖുന 40 വർഷം മുമ്പ് മരണപ്പെട്ടുപോയ എൻ്റെ ശൈഖുന കണ്ണൂർ അബ്ദുള്ള മുസ്ലിയാർ ഷാദിലി അവർ എനിക്ക് ഇജാസത്ത് തരുന്ന സന്ദർഭത്തിൽ ഷാദിലി റാത്തിബിൻ്റെ വ്യാഖ്യാനം ശരിയായ വിധത്തിൽ എഴുതിക്കൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഒരു സാധനമായിരുന്നു. വർഷങ്ങൾ 40 കഴിഞ്ഞു, 50ഓളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതെനിക്ക് ഇതുവരെയും പൂർത്തിയാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. മറ്റു പല ഗ്രന്ഥങ്ങളും 47 ഗ്രന്ഥങ്ങൾ ഞാൻ ഇതുവരെ അള്ളാഹുവിൻ്റെ തൗഫീഖോട് 46 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. 47ാമത്തെ ഗ്രന്ഥമാണ് ഷാദിലി സൽസരണികൾ. അപ്പോഴത് എഴുതാൻ കാരണം ഇതാണ്. ആ ശൈഖുനായുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുള്ള മുസ്ലിയാർ ഷാദിലി കണ്ണൂർ അവരുടെ ആ വസിയ്യത്ത് ഞാൻ എടുത്തുകൊണ്ട് അതനുസരിച്ച് തന്നെ ഗ്രന്ഥം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി, അവിടെ വച്ചിരുന്നു, പലപ്പോഴും അവിടെ വച്ചിരുന്നു. എന്നിട്ട് ഇപ്പോഴും ഞാൻ ചിന്തിച്ചു, അള്ളാഹുവേ, ഞാൻ ചെയ്തിരിക്കുന്ന അപാരമായ കൃത്യമായി പോയി, ഞാൻ ഇത്രത്തോളം നാം മാറ്റിവെച്ചത്. എനിക്ക് അള്ളാഹു ആയുസ്സിങ്ങനെ തരികയും ചെയ്തു. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഞാനതെടുത്ത് അത് എഴുതി എങ്ങനെയെങ്കിലും എഴുതി തീർത്ത് അത് പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ റഹ്മത്തിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖിലാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന തൗഫീഖ് വെച്ചുകൊണ്ട് ഞാനത് പൂർത്തിയാക്കി. ഇപ്പോഴും ഞാൻ വിശകലനം ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ, പ്രകാശനം ചെയ്യാൻ 1-2 ആഴ്ചകൾ അങ്ങോട്ട് നീണ്ടുപോകും. നമ്മുടെ ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉംറയ്ക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ പ്രകാശനം ഉണ്ടാകും. അങ്ങനെ ആ പ്രകാശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ പ്രകാശനം നടത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു തരുമാറാകട്ടെ. ബാക്കവി അവരുടെ കൈകളിലേക്ക് ഇത് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ വേദിയിൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ഉയർത്തി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഇൽമിന്റെ പ്രകാശം അള്ളാഹു പകർന്നു തന്നുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിന്റെ അയലുകാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുന്നു. സൈനുദ്ദീൻ ബാക്കവി അവരുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. അള്ളാഹുവേ, നീ വലിയവനാണ് തമ്പുരാനെ. ഈ അബ്ദുൽ മുസ്ലിയാരെയും ഇവിടെ കൂട്ടി തന്നത്